നമസ്കാരം. +1 പ്രവേശനത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതുവരെ കിട്ടാത്തവർക്ക് സ്പോട്ട് അഡ്മിഷൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതിനിടയിൽ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിന് സാധ്യത കുറവ് ആണെന്നാണ് പറയുന്നത്. സ്പോട്ടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സ്പോട്ട് അഡ്മിഷൻ എങ്ങനെയാണെന്ന് വിശദമായിട്ട് ഞാൻ പറയും. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കേട്ടു നോക്കണം. അപ്പോൾ ഇതുവരെ കിട്ടാത്തവർക്കും മാത്രമുള്ള ഒരു സംവിധാനമാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. കിട്ടാത്തവർ കൂടുതലുള്ളത് ശരിക്കും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ചതും. പക്ഷേ അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ചിട്ടും ഒരുപാട് കുട്ടികൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. സ്കൂളുകളിൽ +1 പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുന്നു എന്ന് പറയുന്നത്, അതാണ് സത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒന്നാണ്. ഏകദേശം 120 ബാച്ചുകളാണ് സർക്കാർ ഈ കൊല്ലം താൽക്കാലിക ബാച്ചുകളായിട്ട് അനുവദിച്ചത്. അപ്പോൾ അതിലും കാര്യങ്ങൾ നിന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, തെക്കൻ ജില്ലകളിൽ, എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ബാച്ചുകൾ അവിടെ കട്ട് ചെയ്ത് വടക്കൻ ജില്ലകളിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പുതിയ ബാച്ചുകൾ മാറ്റിയാൽ, ഈ വർഷം ഇനി നടക്കില്ല, എന്നാൽ പോലും ഒരു റീഅറേഞ്ച്മെന്റിന് സർക്കാർ തയ്യാറായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന കാര്യം ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രാൻസ്ഫർ ആണ് കഴിഞ്ഞത്. അതിൻ്റെ പ്രവേശനം ഓഗസ്റ്റ് 10, 11 തീയതികളിൽ നടക്കും. 11-ാം തീയതി അവസാനിക്കും. ഈ 11-ന് മുമ്പോടുകൂടി തന്നെ സ്പോട്ട് 10-ാം തീയതിയോ 11-ാം തീയതിയോ സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയവർ, അത് ട്രാൻസ്ഫറിന്റെ പ്രവേശനം നടക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ട്രാൻസ്ഫർ കിട്ടിയവർ നിർബന്ധമായിട്ടും പോകേണ്ടവർ, അവർ പോകാതിരിക്കാനൊന്നും പറ്റില്ല. ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക് നിർബന്ധമായിട്ടും പോകണം. ഇല്ലെങ്കിൽ അവരെ TC കൊടുത്ത് പറഞ്ഞു വിടും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഈ സ്പോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്പോട്ട് അഡ്മിഷനും ഓൺലൈൻ വഴി അപേക്ഷിക്കണമെന്നാണ്. അല്ലാതെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ ചെന്ന് സ്പോട്ട് അഡ്മിഷനാണെന്നും പറഞ്ഞ് നേരിട്ട് നമുക്ക് പ്രവേശനം നേടാൻ കഴിയില്ല. അതും ഓൺലൈനായിട്ട് അപേക്ഷിച്ചിരിക്കണം. സ്പോട്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് സ്കൂൾ വൈസ് വേക്കൻസീസ്, ഓരോ സ്കൂളിലുമുള്ള ഒഴിവുകൾ ഈ HS ക്യാപ്പിൽ പ്രസിദ്ധപ്പെടുത്തും. അത് നോക്കി വേക്കൻസി ഉള്ളിടത്ത് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സത്യം. നമ്മൾ ഓൺലൈനായിട്ട് അക്ഷയയിലോ അല്ലെങ്കിൽ പിന്നെ കഫേലോ അല്ലെങ്കിൽ സ്വയമോ ഒക്കെ ഓൺലൈനായിട്ട് നമുക്ക് ഈ സ്പോട്ട് അഡ്മിഷനിലുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ സ്പോട്ട് അഡ്മിഷനിൽ നമുക്ക് എത്ര സ്കൂൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഒഴിവുള്ള സ്കൂളായിരിക്കണം, ഒഴിവുള്ള കോഴ്സായിരിക്കണം. എത്ര കോഴ്സിന് വേണമെങ്കിലും കൊടുക്കാം. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, എല്ലാത്തിനും കൊടുക്കാം. എത്ര സ്കൂൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അവിടെ എവിടെ കൊടുക്കണമെങ്കിലും നമുക്ക് അവിടെ ആ കോഴ്സിൽ ഒഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ സമീപത്തെ എല്ലാ സ്കൂളിലും ഒഴിവുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒഴിവുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 5-8-10 കിലോമീറ്ററുകൾക്കുള്ളിൽ ഒക്കെ തന്നെ അപേക്ഷ കൊടുത്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഒരു 13-ാം തീയതിക്ക് മുമ്പ് പ്രവേശനം നടക്കുന്ന വിധമാണിത് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ 14-ാം 15-ാം തീയതിയോടുകൂടി മിക്കവാറും ഫുൾ അഡ്മിഷനും ക്ലോസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്പോട്ടിനുള്ള അപേക്ഷ ക്ഷണിക്കും. ഈ അപ്പോൾ എവിടെയും ഇതിന്റെ പ്രത്യേകത ഒരിക്കൽ കൂടി ഞാൻ പറയണേ, ഇതുവരെ എവിടെയും പ്രവേശനം കിട്ടാത്തവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ.
കിട്ടി, ഞാൻ TC വാങ്ങി അപ്പുറം പോയായിരുന്നു, പിന്നെ അവിടെ പോയി ഇവിടെ പോയി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരക്കാർക്കൊന്നും അപേക്ഷിക്കാൻ കഴിയില്ല. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേക്കൻസി ഇടും ഈ പറയുന്ന തീയതി. ഇപ്പം ഡിക്ലെയർ ചെയ്തിട്ടില്ല, ആ ഡിക്ലെയർ ചെയ്യുന്ന തീയതി വേക്കൻസി പബ്ലിഷ് ചെയ്യും. അപ്പൊ വേക്കൻസി പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ വേക്കൻസി പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ വേക്കൻസി നോക്കണം, ഏതൊക്കെ സ്കൂളിലാണ് വേക്കൻസി ഉള്ളത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഇനി ഈ സ്പോട്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഇതുവരെ നടന്നതുപോലെയല്ല. സ്പോട്ട് അഡ്മിഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, സ്പോട്ട് അഡ്മിഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷിച്ച എല്ലാ സ്ഥലത്തും, എല്ലാ സ്കൂളിലും, എല്ലാ കോഴ്സിനും റാങ്ക് ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സീറ്റിൽ പ്രവേശനം തരികയല്ല ചെയ്യുന്നത്. അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്കൂളിലും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രിൻസിപ്പൽ നിങ്ങൾക്ക് പ്രവേശനം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അപേക്ഷ കൊടുത്ത എല്ലാ സ്കൂളിലും നിങ്ങളുടെ റാങ്ക് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളെ തൊട്ടടുത്ത ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, തൊട്ടടുത്ത ഒരു സ്കൂളിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തു, അവിടെ ആകെ അപേക്ഷ കൊടുത്തവർ 25 പേരായിരിക്കും. ആ 25 പേരുടെയും ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ ഇടും. വേറൊരു സ്കൂളിൽ നിങ്ങൾ സയൻസിനും ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും കൊടുത്തു, ആ സ്കൂളിൽ 50 പേര് കൊടുത്തിട്ടുണ്ട്. 50 പേരുടെ റാങ്ക് ലിസ്റ്റ് കൊമേഴ്സിലും ഇടും, 50 പേരുടെ റാങ്ക് ലിസ്റ്റ് ഹ്യൂമാനിറ്റീസിലും ഇടും. അപ്പൊ നിങ്ങളുടെ പേര്, നിങ്ങൾ കൊടുത്ത എല്ലാ സ്കൂളിലും ഉള്ള റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും. ഇത് ഒരിടത്തും കിട്ടുമെന്ന് പക്ഷേ ഉറപ്പ് പറയുന്നില്ല. അതാണ് ഈ സ്പോട്ടിന്റെ ഒരു പ്രത്യേകത. ഈ റാങ്ക് ലിസ്റ്റ് ഇടുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലാതെ അത് കൃത്യമായി പാലിച്ചിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് ഇടുക. അപ്പോൾ അപേക്ഷിച്ച എല്ലാ സ്കൂളിലും ഓരോ കോഴ്സിനും ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഇടും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു സ്കൂളിൽ 2 ഒഴിവുണ്ട് എന്ന് വിചാരിക്കുക. ആ 2 ഒഴിവിലേക്ക് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഒന്നാമത് നിൽക്കുന്ന ആൾക്കും രണ്ടാമത് നിൽക്കുന്ന ആൾക്കും ഉറപ്പാണ്. അങ്ങനെ അതിനെ കാണാൻ പറ്റും. 1ഉം 2ഉം അവിടെ വന്നില്ല എങ്കിൽ, സ്കൂളിൽ പ്രവേശനത്തിന് പോയില്ലെങ്കിൽ, മൂന്നാമത്തെ ആൾക്കും നാലാമത്തെ ആൾക്കും കിട്ടും. മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും വന്നിട്ടില്ല, ആദ്യത്തെ 4 പേര് വന്നില്ലെങ്കിൽ അഞ്ചാമതുള്ളയാൾക്ക് കിട്ടും. ഇങ്ങനെ ക്രമത്തിലാണ് പ്രവേശനം നടക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ട. അപ്പോൾ ഇതെങ്ങനെ, ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരേ കുട്ടി തന്നെ പല സ്കൂളിലും വന്നിരിക്കും റാങ്ക് ലിസ്റ്റിൽ. അപ്പം നിങ്ങൾ രാവിലെ ഈ പ്രവേശനം ലഭിക്കുന്ന, പ്രവേശനം നോക്കുന്ന രാവിലെ നിങ്ങളോട് ഏത് സ്കൂളാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെ ഒഴിവുള്ളത് അവിടെ പോയി, ഏതെങ്കിലും ഒരിടത്തല്ലേ നമുക്ക് ചേരാൻ പറ്റുള്ളൂ. നമ്മളൊരു 5 സ്കൂളിലത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നാലും നമുക്ക് ഒരു സ്കൂളിൽ മാത്രമേ ചേരാൻ പറ്റുള്ളൂ. നമ്മളവിടെ പോയി അവിടെ റിപ്പോർട്ട് ചെയ്യണം. സാധാരണഗതിയിൽ ഇത് പറയാം, ഒരു 10നും 12നും ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നാ പറയാം. അപ്പോൾ റിപ്പോർട്ട് ചെയ്താൽ 10 മണിക്കും 12 മണിക്കും ഉള്ളിൽ റിപ്പോർട്ട് ചെയ്താൽ 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് പ്രിൻസിപ്പൾ നമ്മളെ ചേരാൻ വിളിക്കും. ഇപ്പോൾ 12 മണി കഴിയുമ്പോൾ റിപ്പോർട്ടിംഗ് ടൈം അവസാനിച്ചു. അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പൽ 1ാം റാങ്കുകാരനെ വിളിക്കും. അയാൾ വന്നിട്ടില്ല, ശരി 2ാം റാങ്കുകാരൻ വാ, അയാളും വന്നിട്ടില്ല. 3 വാ, വന്നിട്ടില്ല. ആദ്യത്തെ 9 പേര് വന്നിട്ടേ ഇല്ല, അവർ മറ്റു പല സ്കൂളിലും പോയി. അതുകൊണ്ട് അവിടെ ആദ്യത്തെ 9 പേര് വന്നില്ല. 10ാമത്തെ ആളെ വിളിച്ച് 10ാമത്തെ ആളുണ്ട്, ആ 10ാമത്തെ ആൾക്ക് ആദ്യം പ്രവേശനം കൊടുക്കും. ഈ രീതിയിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വേക്കൻസി എവിടെയുണ്ട്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളിടത്താണ് കുട്ടികൾ അഡ്മിഷന് പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല സ്ഥലത്തും നിങ്ങൾ അപേക്ഷിച്ച എല്ലാ സ്കൂളുകളിലുള്ള റാങ്ക് ലിസ്റ്റിലും നിങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് എല്ലാം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളിടത്ത് വേണം കുട്ടികൾ പോവാൻ.
എല്ലാ സർട്ടിഫിക്കറ്റുകളും ടി സിയും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അവിടെ ഈ പ്രവേശനം നേടി ഞാൻ വെറുതെ ഒന്ന് ഇന്റർവ്യൂവിന് പോയി നോക്കാം, എന്നിട്ട് അവിടെ കിട്ടുകയാണെങ്കിൽ ഞാൻ ടി സി മേടിക്കാം അല്ലെ സർട്ടിഫിക്കറ്റ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞാല്, ഇപ്പോൾ വി എച്ച് എസ് സിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ. അവർക്ക് ഈ വേണമെങ്കിൽ ഈ സ്പോട്ടിൽ അപേക്ഷ കൊടുക്കാം. പക്ഷെ സ്പോട്ടിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പ്രവേശിക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ ഇപ്പോൾ 12 മണിക്കാണ് പ്രവേശനം നടക്കാൻ പ്രിൻസിപ്പൾ പേര് വിളിച്ച ആ സമയത്ത് ടി സി ഉണ്ടായിരിക്കണം. പക്ഷെ വി എച്ച് എസ് സിന്ന് നമ്മൾ അന്നേരം ടി സി വാങ്ങിയിട്ടുണ്ടാവില്ല. കിട്ടിയാൽ ടി സി വാങ്ങി വരാമെന്നും പറഞ്ഞായിരിക്കും നിൽക്കുക. പക്ഷെ അതിന് സമ്മതിക്കില്ല. അപ്പൊ ഇവിടെ ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രം, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റാങ്കുകാരനാണ്, ഇവിടെ രണ്ട് ഒഴിവുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നേരത്തെ വാങ്ങി ഇവിടെ വന്നിച്ചേരാം. അപ്പോൾ വിളിക്കുന്ന സമയത്ത് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉള്ളവർക്കും മാത്രമേ പ്രവേശനം കിട്ടുള്ളൂ. ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പോയി വരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് ശ്രദ്ധിച്ചു വേണം. അപ്പോൾ പല സ്കൂളിലും പോയി നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ സ്കൂളുകളിൽ അവിടെ നിർത്തുക. അവിടുത്തെ സ്ഥിതി എന്താണ്, കുട്ടികൾ വരുന്നുണ്ടോ, എത്ര പേര് വന്നിട്ടുണ്ട്, അവിടെ എത്രയോ ഒഴിവെന്ന് നമുക്ക് നേരത്തെ അറിയാലോ. അപ്പോൾ അത് എച്ച് എസ് ക്യാപ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നേരത്തെയുള്ള ഒഴിവ്. അപ്പോൾ നമ്മുടെ ബന്ധുക്കളെ നമുക്ക് അവിടങ്ങളിലൊക്കെ നിർത്തി വിളിച്ച് ചോദിച്ച് എവിടെയാ സാധ്യത, വേണമെങ്കിൽ അത്തരത്തിലൊരു സംവിധാനം നടത്തി നമുക്ക് ആ സ്കൂളിലേക്ക് മാത്രം പോകാവുന്നതാണ്. എവിടെ പോയാലും ശരി, നമ്മൾ ചേരുമ്പോൾ ഈ ടി സിയും അത് മറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കൊടുത്തിരിക്കണം. പിന്നത്തേക്കുള്ള ഒരു ഏർപ്പാടുമില്ല. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോയില്ല എങ്കിൽ നമുക്ക് പുറകിലുള്ളയാളെ വിളിച്ച് അവിടെ പ്രവേശനം നേടും. ഓൺ ദ സ്പോട്ടിൽ 12 മണിയാ പറഞ്ഞെങ്കിൽ 12 മണിക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഫീസ് അടച്ച് പ്രവേശനം നേടിയിരിക്കണം. പിന്നത്തേക്ക് വെക്കാൻ ഇപ്പോൾ നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ ഒരു ദിവസമോ 2 ദിവസത്തിനുള്ളിൽ പോയി ചേർന്നാൽ മതി എന്ന് പറയുന്ന സംവിധാനം സ്പോട്ട് അഡ്മിഷൻ ഇല്ല. കാരണം സ്പോട്ട് അഡ്മിഷൻ അങ്ങനെയാണ്, ഒരാൾ വന്നില്ലെങ്കിൽ അടുത്തയാൾക്ക് കൊടുക്കാം. ആ രീതിയിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ 25ഓ 30ഓ 50ഓ പേരുടെ റാങ്ക് ലിസ്റ്റുകൾ മിക്കവാറും ഓരോ സ്കൂളിലും ഉണ്ടാകും. എന്നാൽ വേക്കൻസികൾ 1ഓ 2ഓ ഒക്കെ ഉണ്ടാവുകയുമുള്ളൂ. അപ്പോൾ മുമ്പിലുള്ള ഒരാൾ വന്നില്ലെങ്കിൽ പുറകിലുള്ള ആൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ സ്പോട്ട് അഡ്മിഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ 5 സ്കൂളിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും അല്ലെ 6 സ്കൂളിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും നമുക്ക് ഒരു സ്കൂളിൽ മാത്രമേ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരിടത്ത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്ത് വേണമെങ്കിൽ പോയി നോക്കാം. അവിടെ ചെല്ലുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മുടെ താഴെയുള്ള റാങ്കുകാരനും പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ടും കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചിന്തിച്ചിട്ടൊക്കെ ചേരേണ്ട ഒന്നാണ് ഈ സ്പോട്ട് അഡ്മിഷൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. അതന്നെ നമുക്ക് ആദ്യ റാങ്കുകൾ വന്നാൽ മാത്രമേ അതിൽ കാര്യവുമുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷേ വേക്കൻസികൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് എന്നാലും ഉള്ള വേക്കൻസികളൊക്കെ ആപ്ലിക്കേഷൻ ക്ഷണിച്ച്, വടക്കൻ ജില്ലയിലാണ് ടൈറ്റ്, തെക്കൻ ജില്ലകളിലൊക്കെ അത് ടൈറ്റ് ഇല്ല തന്നെ. അപ്പോൾ എന്നാൽ പോലും ഞാൻ ഇത്രയും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്പോട്ടിനെ സംബന്ധിച്ച് നമ്മൾ പിന്നെ ഇന്റർവ്യൂവിന് പോയി നോക്കാം. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സാധ്യത എങ്ങനെയാന്ന് വെച്ചാൽ, വേക്കൻസി ഇപ്പോൾ ഒരു വേക്കൻസി ഉള്ള സ്കൂള്, കുട്ടിക്ക് ഒന്നാം റാങ്ക് പിന്നെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതാണ്, ആദ്യം അവന് തന്നെ കിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഉറപ്പിക്കാം. ആ ഉറപ്പുള്ള ഒന്നാം റാങ്കുള്ള അടുത്ത് പോയാൽ മതി, ഉറപ്പാണ്. വേറൊരു സ്കൂളിൽ ഈ ഒന്നാം റാങ്ക് ആ സ്കൂളിൽ കിട്ടിയ ഒരു കുട്ടി വേറൊരു സ്കൂളിൽ ചിലപ്പോൾ 5ആം റാങ്ക് ആയിരിക്കും. അപ്പോൾ ആ 5ആം റാങ്കുള്ള അടുത്ത് പോയതുകൊണ്ട് ഒരുറപ്പുമില്ല. അവിടെ 1ഉം 2ഉം 3ഉം 4ഉം വന്നില്ലെങ്കിൽ മാത്രമാണ് 5ആമനെ പരിഗണിക്കുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പം ഇത് നമ്മളൊന്ന് ആലോചിച്ച് കണക്ക് കൂട്ടിയിട്ട് വേണം ഈ സ്പോട്ട് അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂവിന് പോകാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ നോട്ടിഫിക്കേഷനായിട്ട് ഇത് പുറത്തേക്ക് വന്നിട്ടില്ല. ഉടൻ എത്രയും പെട്ടെന്ന് ഇത് ഇന്നല്ലേ നാളെ തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾക്കൊക്കെ അങ്ങനെയാണെങ്കിൽ സാധ്യതയുണ്ട്. ആ സാധ്യത അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ അക്കാര്യം കൃത്യമായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ അപേക്ഷിക്കുന്നതെന്നും, അപേക്ഷ ഓൺലൈൻ നമ്മൾ എച്ച് എസ് ക്യാപ്പിൽ സാധാരണ മറ്റത് അപേക്ഷിക്കും പോലെ തന്നെ ഓപ്ഷനൊക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ, എത്ര 5 സ്കൂളുണ്ടോ 5 കോഴ്സ് ഉണ്ടോ 5 സ്കൂളിൽ 10 കോഴ്സിന് കൊടുക്കുന്നോ ഒക്കെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അതിലൊന്നും മാറ്റമില്ല. പക്ഷെ റിസൾട്ട് എന്ന് പറയുന്നത് ഉറപ്പുള്ള ഒരു റിസൾട്ട് അല്ല വരുന്നത്. എന്താ, ഈ നമ്മൾ കൊടുത്ത എല്ലാ സ്കൂളിൻ്റെയും റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. ആ റാങ്ക് ലിസ്റ്റ് നോക്കി നമുക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് പ്രവേശനം നേടാം. പ്രവേശനം കിട്ടിയില്ല എങ്കിൽ
നമ്മളുടെ റാങ്ക് വരെ പ്രവേശനം എത്തിയില്ല എങ്കിൽ നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ പുറത്തായി. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അങ്ങനെ ഇപ്പം നമ്മൾ പിന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സ്ഥാപനത്തിൽ, നിങ്ങളുടെ ടൗണുകളിലൊക്കെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ച് +1 പരീക്ഷ എഴുതാം. +1 +2 പരീക്ഷ എഴുതി പാസ്സായി +2ൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. ഒരേ പരീക്ഷയാണ് ഇത് രണ്ടും അവരും നടത്തുന്നത്. നിങ്ങൾ എല്ലാം ഒരുമിച്ചാണ് പരീക്ഷ നടത്തുന്നത്. ഒരേ പുസ്തകങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് +2 കഴിയുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അത് സ്കൂളിൽ പഠിച്ചാലും പ്രൈവറ്റായി പഠിച്ചാലും ഒന്ന് തന്നെയാണ്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സയൻസ് പോലെയുള്ള വിഷയങ്ങൾക്ക് മാത്രം പ്രൈവറ്റിൽ കാര്യമായിട്ടില്ല. ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ മിക്കവാറും എല്ലാ ടൗണുകളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുവരെ കിട്ടിയില്ല. പഠിക്കാൻ അവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.